നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ബോബി കുഞ്ഞ് നാട്ടിൽ നിന്നും. തൃശ്ശൂരെ പുന്നയൂർക്കുളത്തിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. കേരളത്തിലെ ഉൾപ്പെടെ നേതാക്കന്മാർ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കൂടെ കുറെ പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും കുറെ പേർ മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്ന മന്ത്രിസഭ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതൊരു ദേശീയ സംഭവമായി പാർലമെന്റിനെ ഇന്നും ബഹളമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നില്ല പാർലമെന്റ് നടക്കുമെന്ന് തോന്നുന്നില്ല, ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അതായത് രാഹുൽ ഗാന്ധി ചെയ്ത് വളരെ കൃത്യമായി സ്റ്റുഡന്റ് അജിറ്റേഷന്റെ ലീഡർഷിപ്പ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞത്. അതായത് ഈ കുട്ടികളെ നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു, അവരെ ലാത്തിചാർജ് ചെയ്ത ഓർഡർ ഇട്ട മന്ത്രിമാർ രാജിവെക്കണം എന്നുള്ള ഡിമാൻഡിലേക്കൊക്കെ രാഹുൽ ഗാന്ധി പോയിരിക്കുന്നു, കോൺഗ്രസും പോയിരിക്കുന്നു. ബോബി, എന്താണ് ഇതൊരു ചടുലമായ രാഷ്ട്രീയ മൂവ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സംഗതിയല്ലേ ഇപ്പോൾ നടക്കുന്നത്? ഞാൻ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓഫ്കോഴ്സ് രാഹുൽ ഗാന്ധി ആൻഡ് ടേക്കിംഗ് അലോങ് വിത്ത് ബാക്കിയുള്ള രാഷ്ട്രീയക്കാരും മുലായം സിംഗിനെ ഇവരെല്ലാം കൂടെ എടുത്തുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ അലയൻസ് എന്നുള്ള നിലക്ക് ഇതിൻ്റെ ഈ സ്റ്റെപ്ഡ് അപ്പ് ടു. പക്ഷെ ഇതിൽ എപ്പോഴും ഉണ്ടാവുന്ന അതേ ഒരു പ്രശ്നം, എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് ഒരു സമരം നയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ പ്രശ്നത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ, അന്നാ ഹസാരെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് RSS ഉപയോഗിച്ച്, അല്ല, ഐ എം നോട്ട് സെയിങ് IAC RSSന്റെ അല്ലായിരുന്നു, പക്ഷെ അത് കൃത്യമായിട്ട് RSSും AAP ഉപയോഗിച്ച് മുന്നിലേക്ക് വരാൻ കാരണം അത് അവർ ഗ്രാസ് റൂട്ട്സ് ലെവലിലേക്ക് അത് അവർക്ക് സ്റ്റിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അതിൽ ഒരു വളരെ വലിയ പങ്കാണ്. അതേപോലെ തന്നെ ഈ സമരം കോൺഗ്രസിനും ഒപ്പോസിഷനും ഒരു ഓപ്പോസിഷൻ ആ സ്ട്രീറ്റിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇനി BJP ഒരിക്കലും പവറിൽ വരില്ല, അവർ പേര് മാറ്റിയില്ലെങ്കിലും ഒരു 150 കൊല്ലെങ്കിലും പവറിൽ വരില്ല എന്നൊക്കെ സാധാരണക്കാരൻ, തെരുവിലുള്ള ഒരു സാധാരണക്കാരൻ പറയാറ്. പക്ഷെ ആ ദേഷ്യത്തിനെ ചാനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ഡൽഹി വിട്ട് ഇറങ്ങണം. ഡൽഹി വിട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഇപ്പോൾ അയാൾ പാർലമെന്റിൽ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ അതേ സമയത്ത് തന്നെ അയാൾ കോൺഗ്രസിന്റെ നല്ല നെറ്റ്വർക്കുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെയും ഡിസ്ട്രിക്ട് ലീഡർഷിപ്പിനോടും ഫ്യൂച്ചറിൽ അവർ ചെയ്യുന്നില്ല. ഇപ്പം ചെയ്തേക്കുന്നത് സ്റ്റുഡന്റ് ആങ്കർ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ വാച്ച് ചെയ്തിട്ട് ഇന്നലത്തെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ ആ അവരുടെ പ്രകടനം കണ്ടതിന് ശേഷം നമ്മൾ ആരും വിചാരിച്ചില്ല 5000 പേരിൽ കൂടുതൽ വരുമെന്ന്. പക്ഷേ UP യിൽ നിന്ന് ഹിന്ദി ഹാർഡ്ലാൻഡിൽ നിന്നും കുട്ടികൾ എത്തിയിരുന്നു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നത് അതിനകത്ത് CPI ML ബീഹാറിൽ നിന്നുള്ള മൊബിലൈസേഷൻ ഉണ്ട്, CPM-ന്റെ മൊബിലൈസേഷൻ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് സ്റ്റുഡൻസിന്റെ, അത് മോഡിജി പറയുന്ന ആസ്പിറേഷണൽ ഇന്ത്യയുടെ ഒരു മൊബിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന് കോൺഗ്രസ് ഇന്നലെ ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്തേക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ പേരിൽ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് ഞങ്ങൾക്കാണ് ഇത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സർക്കാരിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ റെസിഗ്നേഷൻ ആണെങ്കിൽ അതിന് പാർലമെന്റിൽ ഞങ്ങൾ ഇന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. അത് ആ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക്, ആ വികാരത്തെ രാഷ്ട്രീയമായി അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെ വരെ കോൺഗ്രസും മടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത്. അത് അവർക്ക് മനസ്സിലായി. അതായത് ഇതൊരു ഗ്രാസ് റൂട്ട് മൂവ്മെന്റ് ആണ്. കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ സീരിയസ് ആയിട്ടുള്ള ഡിസ്കണ്ടന്റ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പം അത് ഇങ്ങനെയുള്ള ഒരു ഡിസ്കണ്ടന്റ് ഹിന്ദി ഹാർഡൻഡ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് രാം ജന്മഭൂമിയിൽ ട്രസ്റ്റിന്റെ അവരുടെ തിരിമറികൾക്ക്, പണത്തിന്റെ ഇടപാടുകളുടെ തിരിമറികൾക്ക് ശേഷം അത് വളരെ പ്രകടമായി പലയിടത്തും വന്നിരുന്നു. എന്നുവെച്ചാൽ BJP ഇങ്ങനെ ചെയ്യുന്നു, RSS ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പം എനിക്ക് തോന്നി ഇതൊരു മാസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് തുടക്കമായിട്ട് കണ്ടുകൂടെ? നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയല്ല, ഇന്നത്തെ സിറ്റുവേഷൻ നമുക്ക് അനലൈസ് ചെയ്താൽ. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്.
ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ലെഫ്റ്റ് പാർട്ടീസിന് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ മൊബിലൈസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു 5000-6000 പേര് കൂടും എന്ന് വിചാരിച്ചത്. അത് വളരെ മാസീവായിട്ട് കൂടുന്നത് ശരിക്കും ഓർഗാനിക്കായിട്ട് തന്നെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. പല ആൾക്കാരും അത് ഒരു കംഫർട്ടബിൾ മിഡിൽ ക്ലാസ് മാത്രമല്ല, ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്നും വർക്കിംഗ് ക്ലാസ്സിൽ നിന്നുള്ള പിള്ളേർ, കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എല്ലാവരും വന്നിട്ട് അതിലൊന്നും യാതൊരു സംശയമില്ല. ഇന്നത്തെ ഇങ്ങനൊരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് എന്തോ ഒരു ലംബ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ ഒരു പെണ്ണിനെ അടിക്കുന്നത്, ഇതൊക്കെ അവർ യൂസ് ചെയ്യാണ് ആസ് ടൂൾസ് ഓഫ് റെസിസ്റ്റൻസ്. അതിലുള്ള എനിക്ക് ഇത് രാഹുൽ ഗാന്ധി ഇന്നലെയും ഇന്നും ചെയ്തത് കറക്റ്റാണ്. അല്ല, അത് ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ ആ മൂവ്മെന്റിന്റെ ഉള്ളിൽ കാല് വെക്കുക എന്നുള്ളത് വളരെ വളരെ ശരിയാണ്. ഇപ്പൊ കുറച്ചു നേരത്തെ ഐ തിങ്ക് ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ ഉദ്ധവ് താക്കറെ അവിടെ പോയിരുന്നു. ഇതൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. മറ്റേ SP പോയി. സോ ദർ ഇസ് ഓൾസോ എന്താ, ഈ പാർട്ടികൾ തമ്മിലുള്ള പൊളിറ്റിക്കൽ സ്ഫിയറിലുള്ള ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. എൻ്റെ പേടി ഇത്രയേ ഉള്ളൂ, ഇതിൽ മാത്രം പാർലമെന്റിൽ മാത്രം നിൽക്കുന്നുണ്ടോ കോൺഗ്രസിലും എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. അല്ല, അതിന് എനിക്ക് സതീഷ് ആ ചോദ്യം മുഖ്യമന്ത്രി സതീഷിനോട് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ കണ്ടു. അതിന് ചോദിച്ചു കോൺഗ്രസ് എങ്ങനെയാണ് പെട്ടെന്ന് ചാടി വീണത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നല്ല ചാടി വീണത്, കോട്ട എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയുടെ സെന്ററാണ്. അവിടെ പോയി അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അദ്ദേഹവും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇതുപോലെ ഒരു ക്രൂരമായ പെരുമാറ്റം ഈ സർക്കാരിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അതിന് ഒരു കാരണം സർക്കാരും വിചാരിച്ചു 5,000 പേരാണെങ്കിൽ അവരെ പണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞാൽ 5 അപ്പം കൊണ്ട് ഒതുക്കാം, അതുപോലെ 5-6 പോലീസുകാരെ കൊണ്ട് ഒതുക്കാം എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷെ അതല്ല നടന്നത്. അതിനർത്ഥം ഇവിടെ ഹിന്ദി ഹർലാൻഡിൽ കാര്യമായ എന്തോ BJPക്കെതിരെ ഉള്ളൊരു ഫീലിംഗ് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു സ്പോണ്ടേനിയസ് ഈ അപ്രൈസിങ് ഉണ്ടായിട്ടില്ല 12 വർഷം. ഈ കർഷകരുടെയും CAയും ഒക്കെ ഒരു ഗ്രൂപ്പിന്റെ ആയിരുന്നു ഇത്. ഇറസ്പെക്റ്റീവ് ഓഫ് ഇത് ഒരു സെക്ഷന്റെ മാത്രമല്ല, യുവാക്കളുടെ ഒരു ജനറിക് യുവാക്കൾ എന്ന് പറയാവുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് എല്ലാ കാസ്റ്റും എല്ലാ സംസ്ഥാനത്തു നിന്നും എല്ലാ എത്നിക് ഗ്രൂപ്പിൽ നിന്നും ആൾക്കാർ വന്നിരിക്കുന്നു. അവിടെയാണ് എനിക്ക് തോന്നുന്നത് BJPയുടെ ഈ പരിഭ്രമം അല്ലെങ്കിൽ കുറച്ച് പ്രശ്നത്തിന്റെ കാണുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഇന്ന് അവർ അനൗൺസ് ചെയ്തു കോൺഗ്രസിന്റെ ഈ രാഹുൽ ഗാന്ധിയുടെ സിറ്റിനെതിരെ അവര് അജിറ്റേഷൻ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത്. അത് എത്ര കൊണ്ട് ഫലിക്കുമെന്ന് അറിഞ്ഞില്ല. പക്ഷെ BJPയുടെ സ്ഥിരം RSSന്റെ സ്ഥിരം ഇതാണ്. അവര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതിഷേധിച്ച, ഇപ്പൊ CAയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവര് CAക്ക് എതിരായിട്ട് പ്രതിഷേധിക്കുന്നതിന്റെ മുമ്പില് സംഘ് പരിവാർ ഒരു പന്തല് കെട്ടിയിട്ട് അവർക്കെതിരെ പ്രതിഷേധിക്കുക. ഇത് അവരെ എന്താ പ്ലേ ബുക്കിലുള്ള ഒരു കാര്യം തന്നെ, അതിലൊന്നും അതിശയപ്പെടാനില്ല. എൻ്റെ ചോദ്യം എൻ്റെ ഒരു ഡൗട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഈ സ്റ്റുഡൻറ് മൂവ്മെന്റ് ഓർഗാനിക് അല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് പോയിന്റ് ഓഫ് ഡിഫറൻസ് CAയും ഓർഗാനിക് ആയിരുന്നു, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഒന്നും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മാത്രമല്ല, സർക്കാരും ഇതിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. സർക്കാരും വിചാരിച്ചു നമുക്ക് സൈക്കിൾ ഉണ്ടാക്കാം, 5000-6000 പേരുണ്ടാവുള്ളൂ എന്നുള്ളത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതൊന്ന്. രണ്ടാമത്, ഈ അവിടെ പോലീസ് വയലൻസ് എന്ന് പറഞ്ഞ സംഭവം നടന്നത് അത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ കളിയായി. ഇറ്റ് വാസ് നോട്ട് ആസ് ഇഫ്, അത് എനിക്ക് ഐ ഓൾസോ ഹാവ് സോഴ്സസ്, ഇറ്റ് വാസ് നോട്ട് ആസ് ഇഫ് ദ ഗവൺമെന്റ് പ്ലാൻഡ്. അത് സാധാരണ പാർലമെന്റ് തുടങ്ങുന്ന ആഴ്ച ഭയങ്കരമായ പോലീസ് ബന്ദോബസ്താണ്. ആ സെൻട്രൽ ഏരിയയിലൊക്കെ എല്ലായിടത്തും നക്കാബന്ദിയൊക്കെ ഉണ്ട്. അതായത് പോലീസുകാരാണ് ഈ പാർലമെന്റ് അവിടെ നടക്കണം. അതായത്
ഏകദേശം 800 MP-മാരെ VIP-കളാണ്. അവരെ പോവുക, തിരിച്ചു പോവുക, ഇതൊക്കെ നടക്കുന്നത് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. ആ ഏരിയ മൊത്തം അവർ ബന്ദോബസ്ത് ചെയ്യും. അവിടെയാണ് ഇവരെ കയറി പെരുമാറിയിരിക്കുന്നത്. അതായത് ഈ യുവാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കയറി പെരുമാറുക. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസുകാർക്ക് ഇടപെട്ടേ കഴിയൂ. വെച്ചാൽ അവർക്ക് അതാണ് ഇതിന്റെ ഡിഫറൻസ്. ബാക്കി ഒരു സമരം അവിടെ കയറി ഇടപെട്ടിട്ടില്ല. അവരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു സംഗതിയുണ്ട്. പോലീസുകാരെ നമ്മൾ കുറ്റം പറയുമ്പോൾ അവരുടെ ഒരു ജോലിയാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ സർക്കാർ അതിനെ ആക്കം കൂട്ടേണ്ട കാര്യമേ ഇല്ല. കാരണം വെച്ചാൽ പോലീസുകാർക്ക് അറിയാം പാർലമെന്റ് നടക്കണമെങ്കിൽ അവര് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സംഗതി. പക്ഷെ അവിടെയാണ് ഈ സർക്കാരിന് കുഴപ്പം. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. ഈ യുവാക്കളുടെ കൂട്ടത്തെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. 20 ദിവസം ഇരുന്നു. വാങ്ചുക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ തീരുമെന്ന് വിചാരിച്ചു. DIPK തുടങ്ങി, വീണ്ടും നിരാഹാരം തുടങ്ങി. അതുപോലെ പാർലമെന്റ് മാർച്ച് വിസിൽ ഔട്ട് ചെയ്യുമെന്നാണ് അവരെ കരുതിയിരുന്നത് പൊതുവെ. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ സമരമുഖം അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ മുഖം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെ പോകുന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല, അത് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ സർക്കാർ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നലെ സമരക്കാര് കേറുന്നു എന്ന് അറിഞ്ഞ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേനും മോദി അവിടുന്ന് സ്ഥലം വിട്ടു. മോദി പാർലമെന്റിൽ നിന്നും പെട്ടെന്ന് ഓടുന്ന സീൻസ് കാണുന്നത് അതും ഇതിന് ഭയങ്കരമായി പബ്ലിസൈസ് ചെയ്തു. അപ്പൊ മോദി പേടിച്ചു പോയി എന്നുള്ള ഒരു ലെവലിലാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അത് ഒരു ലെവലില്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം പൊളിറ്റിക്കൽ ക്യാപിറ്റലായി മാറുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തൽക്കാലം അതെപ്പോഴുണ്ട് ആ സംശയം. ഇപ്പം ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷന്റെ സമയത്താണെങ്കിലും CAA ആണെങ്കിലും അത് കർഷകരുടെ സമരമാണെങ്കിലും ഇത് പൊളിറ്റിക്കലി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെയാണ് ഈ ഡിഫറൻസ് കാണുന്നത്. CAA ആണെങ്കിലും കർഷക സമരമാണെങ്കിലും അത് ഒരു സെക്ടറിന്റെ ആയിരുന്നു. ഇവിടെ യുവാക്കൾ എന്ന് പറയുന്നത് ആ ഒരു സെക്ടറിനെ അല്ല, എല്ലാ സെക്ടറും. മാത്രമല്ല അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് അസ്പിറേഷണൽ മിഡിൽ ക്ലാസിന്റെ വോക്കലായിട്ടുള്ള അസ്പിറേഷണൽ മിഡിൽ ക്ലാസിന്റെ എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഇത് ആർക്ക് വേണമെങ്കിലും പൊളിറ്റിക്കലി ഈസി ആയിട്ട്. ഇതെല്ലാം നമ്മൾ എക്സാമ്പിൾ പറയേണ്ട. വേറെ ഒരു പാരലൽ പറയാം. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ ജന്തർ മന്ദറിലും രാംലീല മൈതാനിലും ഇരിക്കുമ്പോൾ അവർ തുടങ്ങുമ്പോൾ മൊത്തം പന്തലിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊക്കെ അന്നൊരു ക്രിട്ടിക്ക് എഴുതിയിട്ടുണ്ട്. ഒരു ഭാരത് മാത ഗോഡസ് പോലെ ഭാരത് മാത സ്റ്റേജിൽ മൊത്തം ഈ സവർണ ഹിന്ദുക്കൾ മാത്രമായിരുന്നു. നമ്മൾ ഈ ക്രിട്ടിക്ക് എഴുതിയതിൻ്റെ ശേഷമാണ് അവർ ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. പക്ഷെ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് നമ്മൾ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷന് അങ്ങനെ തുടങ്ങിയ ഒരു സാധനം മെല്ലിന് അതിൻ്റെ ഉള്ളിൽ പിന്നെ രാംദേവ് വന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കയറുന്നു. ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചിട്ട് RSSന് അതിനെ പൊളിറ്റിക്കലി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2014 മോദി ഇലക്ഷന് ജയിക്കാനൊരു വലിയ കാരണം ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷനാണ്. മോദി പേഴ്സണലി അന്ന് ഇന്ത്യയുടെ വലിയ ദൈവമൊന്നുമല്ലായിരുന്നു. ആ ദൈവ ഫിഗർ പിന്നെ ഉണ്ടായതാണ്. ഗുജറാത്തിൽ നിന്ന് ഒരു ഓൾ ഇന്ത്യ ലീഡർ ആവുന്നത് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ വെച്ചിട്ടാണ്. അത് RSS എങ്ങനെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉണ്ടാക്കി എന്നുള്ളത് പോളറൈസേഷൻ പോളറൈസേഷൻ നടക്കാത്ത ഭാഗത്താണ് അവർ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ കൊണ്ടുവന്നത്. ഇതേ സാധനം കോൺഗ്രസിനോ ഒപ്പോസിഷനോ, ഞാൻ കോൺഗ്രസ് മാത്രം പറയില്ല, ഒപ്പോസിഷന് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഒപ്പോസിഷന് ചെയ്യാൻ പറ്റുമോ, അത് വളരെ കെയർഫുൾ ആയിട്ട് ഇതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം അതിൻ്റെ ഉള്ളിൽ NSU ഉണ്ട്, IS ഉണ്ട്, AISF ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ദ പോയിന്റ് അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും വോട്ട്സ് ആയിട്ട് എന്നുള്ളതാണ് എൻ്റെ ബേസിക് ചോദ്യം. അത് ന്യായമായ സംശയമാണ്. കാരണം വെച്ചാൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഇതുവരെയുള്ള എല്ലാ എഫർട്ടും കുറെ പാളിപ്പോയിട്ടുണ്ട്. ഇതുപോലെ ഡൽഹിയിലെ ഈവൻറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റിടത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇത് പറയണ യുവാക്കൾ എന്ന് പറയുന്നത് ഒരു ജനറിക് ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് കാസ്റ്റ് ഇല്ല, എത്നിസിറ്റി ഇല്ല. പിന്നെ ഈ നീറ്റ് പരീക്ഷയൊക്കെ എഴുതുന്നത് മൊത്തം
അസ്പിറേഷൻ മിഡിൽ ക്ലാസിന്റെ യുവാക്കളാണ്, അല്ലാതെ സാധാരണ പാവപ്പെട്ടവരെ ഒന്നുമല്ല. അവരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും ആർട്ടിക്കുലായിട്ടുള്ള ഏത് ഡെമോക്രസിയിലും അതാണ്. അപ്പൊ അവരാണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അതിന് എനിക്ക് തോന്നുന്നത് അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യ ബ്ലോക്കിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അവരെ എഴുതി തള്ളുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ രാഹുൽ ഗാന്ധി ഇന്നലെ ചെയ്ത പ്രകടനം അദ്ദേഹം സീരിയസ് ആയിട്ട് അത് കണ്ടിരിക്കുന്നു. അത് ചെയ്യണം എന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് ഒരു സന്ദേശമില്ലേ വന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇല്ല, അതാണ് ഞാൻ പിന്നെയും പറയുന്നത്. രാഹുൽ ഗാന്ധി വർക്ക്സ് ഇൻ ഐ ഓൾവേസ് സേ ഈസ് എ നൈസ് ഗൈ, ഈസ് എ ഇന്റലിജന്റ് ഗൈ, അതിലൊന്നും യാതൊരു സംശയമല്ല. ഇന്റഗ്രിറ്റി ഉണ്ട്, അതിലും എനിക്ക് സംശയമില്ല. പക്ഷേ ഹി വർക്ക്സ് ലൈക്ക് ഫ്ലാഷസ് ഇൻ എ പാൻ. നോട്ട് ഓൺലി ദാറ്റ്, ഒന്ന് ഹി വർക്ക്സ് ഇൻ ഐസൊലേഷൻ, പിന്നെ പെട്ടെന്ന് ഒരു ഇഷ്യൂ കൊണ്ടുവരും, ദെൻ ഹി ഡിസപ്പിയേഴ്സ്. അതിൻ്റെ ഒരു കൺസിസ്റ്റന്റ് ആയി പോകുന്ന ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പൊ ഈ കോൺഗ്രസിന്റെ സിസ്റ്റം തന്നെ അത് ഓവർഹോൾ ചെയ്യാതെ, ഇത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പൊളിറ്റിക്കൽ ആസ്പിറേഷനുള്ള ഒരു ഇന്ത്യക്കാരന് വേറെ മൈനോറിറ്റി ഇതൊന്നും അല്ലെങ്കിൽ ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് ബി ജെ പിയെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. കാരണം ബി ജെ പിയിൽ ആർക്ക് വേണമെങ്കിലും മോഡി കയറാം എന്നുള്ള ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിൽ ദർ ഇസ് നോ ഇല്യൂഷൻ അബൌട്ട് ഇറ്റ്. അപ്പൊ ആ ഒരു രീതിയിൽ എത്രത്തോളം ഇതിൽ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ് എങ്ങനെ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നു, കോൺഗ്രസ് എങ്ങനെ ബാക്കിയുള്ള അവരെ പാർട്ട്നേഴ്സ് SP ആവട്ടെ, RJD ആവട്ടെ, ലെഫ്റ്റ് പാർട്ടീസ് ആവട്ടെ, ഇവരെ കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു, അത് പുറത്തുള്ള ആർട്ടിക്കുലേഷൻ. അത് മാത്രമല്ലാതെ കോൺഗ്രസിന്റെ പാർട്ടി സ്ട്രക്ചർ ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി അൺഡെമോക്രാറ്റിക് പാർട്ടി സ്ട്രക്ചർ. പക്ഷെ ആ പാർട്ടി സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഇതിനെ എങ്ങനെ സീപ്പിൻ ചെയ്യാൻ സ്ട്രാറ്റജി ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ മിനിറ്റ്, അതിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരം നീണ്ടുപോയാൽ, ഇയാൾ രാജിവെച്ചു, പ്രധാൻ രാജിവെച്ചിട്ടും ഇവരെ ഡിസ്ബാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ സമരത്തിന്റെ കുറെ ലൈവായിട്ട് കുറെ വീഡിയോസ് കാണുന്നുണ്ട്. ഈ പിള്ളേർക്കൊക്കെ ദേ ആർ നോട്ട് അന്ധഭക്സ്. ഈ പിള്ളേർക്കൊക്കെ ഈ സർക്കാരിനോട് വളരെ വളരെ എന്താ പറയാ, ഭയങ്കര ഡിസപ്പോയിൻമെന്റും ഉണ്ട്, ചില കാര്യങ്ങളിൽ ദേഷ്യമുണ്ട്. അപ്പൊ അതൊരു മീഡിയനെ ട്രീറ്റ് ചെയ്യുന്നത്, ഈ മെയിൻ സ്ട്രീം ഇന്ത്യൻ മീഡിയ NDTVയും ABPയും ഒക്കെ വരുമ്പോൾ അവർ ഭയങ്കര കളിയാക്കി പുച്ഛത്തോടെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള, അപ്പൊ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ ഉറപ്പായിട്ട് അപ്പൊ ആര് സസ്റ്റെയിൻ ചെയ്യുന്നുള്ള ചോദ്യമാണ്. ഇത് അവർ സെൽഫ് സസ്റ്റെയിനിങ് ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വേറെ ആയിരിക്കും. കാരണം അവിടെ there will only be votes against BJP, and we all know that we also need to keep in the back of our mind that RSS BJP combined is a political group that has absolutely no values. ഒരു സ്റ്റേറ്റിൽ അവരെ കംപ്ലീറ്റ് തോറ്റാലും അവർ പൈസ കൊടുത്തിട്ട് അവിടുത്തെ പല സ്റ്റേറ്റിലും അത് സംഭവിച്ചിട്ടുണ്ട്. 2014 തൊട്ട് ഇന്ന് വരെ പല സ്റ്റേറ്റിലും അവർ തോറ്റ ഇലക്ഷൻ അവർ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് ഒരു ആന്റി വോട്ട് വന്നാലും they will figure out. On the other hand, let me just finish it. On the other hand, ഈ പാർട്ടികൾ ഇതിനൊരു സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയാൽ this can actually become institutionalized. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതാണ് ഇത് അവരെ എതിരാളികൾ എന്ന് പറയുന്ന RSS BJP ആൻഡ് സെൻട്രൽ ഗവൺമെന്റിൽ ഇരിക്കുന്നവരെ അവരെ നമ്മൾ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ അവർ ഈ മാനിപ്പുലേഷന്റെ പാസ്റ്റ് മാസ്റ്റേഴ്സ് ആണെന്ന് ഈയിടെയും TMC തോറ്റപ്പോൾ കണ്ടല്ലേ, 20 MPമാരെയാണ് അവർ പിടിച്ചത്. അതിനർത്ഥം ഇന്നും നാളെയല്ല, പല പല മാസങ്ങളായി they should have been working on them. അപ്പൊ അങ്ങനെ ഒരു എതിരാളിയാണ് BJP RSSും അവരുടെ സർക്കാരും. ഒന്നും വേണ്ട, കഴിഞ്ഞ ലോക്സഭാ മാത്രം പറയട്ടെ ക്വിക്ലി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ they performed the worst ഈ കഴിഞ്ഞ 3 ഇലക്ഷനിൽ. എന്നാലും they managed to reach almost 2/3 of the
അത് ഇന്ത്യയുടെ ആൾക്കാരുണ്ടായിരുന്നു. അത് വേറൊരു ഇത്. അപ്പൊ ഇതാണ് സംഗതി. അത് കോൺഗ്രസോ അല്ലെങ്കിൽ ഈ ഇന്ത്യ ബ്ലോക്ക് എത്ര ശ്രമിച്ചാലും അതിന് കൗണ്ടർ മരുന്നിടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ജനമുന്നേറ്റം യുവാക്കളുടെ ഇടയിലൂടെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യ ബ്ലോക്കിനും കോൺഗ്രസിനും കഴിയുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതാണ് അടുത്ത ദിവസങ്ങൾ നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗതയും നിർണയിക്കുന്ന ചില നീക്കങ്ങളായിരിക്കും അത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. ഇല്ലെങ്കിൽ തിരിച്ച് നമ്മൾ വീണ്ടും വിദേശ അവസ്ഥയിലേക്ക് വീണ്ടും ഒരു പുതിയ അജിറ്റേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ